ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക വെച്ചിട്ടുള്ള, അതായത് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു തോരനാണ്. പാവയ്ക്ക തോരനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ കൈപ്പയ്ക്ക തോരൻ തയ്യാറാക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ എന്താ പറയുക കുരുക്കളൊക്കെ കളഞ്ഞ് നമ്മളിത് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ കയ്പ്പയ്ക്കൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങനീര്, ഉപ്പ്, പിന്നെ തൈര്, പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി, നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ജീരകപ്പൊടി, ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കുന്നത് തൈരാണ്. തൈര് നമുക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞത് എന്തൊക്കെ ചേർത്തെന്നുള്ളത്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, നാരങ്ങനീര്, തൈര്, ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, ഇനി ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കയ്പ്പയ്ക്ക തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് താളിക്കാം കേട്ടോ. നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക്, പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കും. കറിവേപ്പില, വറ്റൽമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കട്ട വറ്റൽമുളക്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് സവോളയാണ്. സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോള അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നമ്മൾ സവോള ഒന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്പ്പയ്ക്കല്ലേ, പാവയ്ക്ക, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 10 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ടത് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാത്രം അടച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. സ്ലോ ഫ്ലെയിമിൽ കേട്ടോ. നമുക്ക് പാത്രം ഒന്ന് അടയ്ക്കാം. പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനിടയിലൊന്ന് ഇടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കൈപ്പയ്ക്ക ഇതാ കണ്ടില്ലേ, ഒന്ന് വാടിയിട്ടുണ്ട്. ഒന്നല്ല, നന്നായിട്ട് വാടിയിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നാളികേരം ചിരകിയത് ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പാത്രം അടച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്കത്തോരൻ റെഡിയാവും. സോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രം ഒന്ന് അടച്ച് വയ്ക്കാം. ഈ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഉപ്പൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടിയും തൂവിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും പാത്രം അടയ്ക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം കയ്പ്പ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. സോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാവയ്ക്ക കഴിക്കാൻ മടിയുള്ളവർ കൂടി ഈ പാവയ്ക്ക തോരൻ കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.